പ്രൈസ് ദി ലോർഡ്. 1 ലേഖനം 5-ാം അധ്യായം. ഇവിടെ എന്താ സംസാരിക്കണേ എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു 1 പത്രോസ് 5. ഇത് ഹാലയിൽ എന്നോട് രാത്രി 2:30 പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്ന് വായിച്ചൊക്കെ നോക്കി, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ പറയേണ്ടതെന്ന്. പക്ഷെ എന്നാലും ദൈവം സംസാരിക്കുന്നു വിചാരിക്കുന്നു. വായിച്ചു, ആദ്യം തന്നെ വായിച്ചു. ഹാലയില്ല 2:30 വിളിച്ചുണർത്തിട്ട് 1 പത്രോസിലെ 5-ാം അധ്യായത്തെന്ന് പറയാനാ പറയുന്നത്. ഹാലൂയ. ഞാൻ വായിച്ചു നോക്കാതെ ഇടയന്മാർക്കൊക്കെ ഉള്ള കുറച്ച് ഇതൊക്കെയാന്ന് എനിക്ക് തോന്നി. എന്നാലും നമുക്ക് അതിൽ നിന്ന് തന്നെ ചിന്തിക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവേളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോടെ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മളെ ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ കഷ്ടങ്ങളൊക്കെ നമ്മൾ തന്നെത്താൻ അങ്ങ് ശക്തിപ്പെട്ട് നമ്മൾ തന്നെത്താൻ അങ്ങോട്ട് ഉറച്ചു നിൽക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ പലരും ചോദിക്കും, അയ്യോ സിസ്റ്റർ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാ നമ്മളോട് പറയുന്നത് ഇത് വിളിച്ച ദൈവം, നമ്മളെ വിളിച്ച സർവകൃപാലുവായ ദൈവമാണ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്നത്. എന്നിട്ട് ബലം എന്നേക്കും അവനുള്ളത്. അപ്പൊ നമ്മൾ നിൽക്കുന്നെങ്കിൽ ആരുടെ ബലത്തിലാണ് നിൽക്കുന്നത്? നമ്മുടെ ബലത്തിലാണ് നിൽക്കുന്നല്ല എന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന വിളിച്ചവനാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. ഹാലേ എന്ന് വെച്ചാൽ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മപ്പെടപ്പെട്ടെ. പക്ഷെ എന്തെങ്കിലും നമുക്ക് ആദ്യം തുടങ്ങിയിട്ട് ഇവിടെ എന്താ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്. ഞാൻ ആദ്യം തുടങ്ങി ചിന്തിച്ച് നമുക്ക് ലാസ്റ്റ് വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരാം. ആമേ. ഇവിടെ പറഞ്ഞേ, നിങ്ങളുടെ പൂപ്പന്മാരുടെ കൂട്ടുമൂപ്പന് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിൽ കൂട്ടാളിയുമ്പോൾ ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പം ഹാല ഇതിലെല്ലാം അനുഭവിച്ചല്ല കൂട്ടുദാസനല്ല കൂട്ടുമൂപ്പനായിരുന്ന പത്രോസ്, ഹാലയില്ല പത്രോസിന്റെ അനുഭവത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ്. അവിടെ പറഞ്ഞ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊണ്ടുവരും. അപ്പം ഓരോരുത്തർക്കും അവരുടെ വിചാരണയുള്ള ആട്ടിൻകൂട്ടത്തെ കൊടുത്തിട്ടുണ്ട്. അവരെ മേയിക്കണം. എങ്ങനെ മേയിക്കണം എന്ന് അവിടെ പറയുന്നത് വെച്ചാൽ, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെയും ഇടവകമേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകയെ തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഇത് ആട്ടിൻകൂട്ടത്തെ ലീഡ് ചെയ്യുന്ന അധ്യക്ഷന്മാരായിരിക്കുന്ന ഇടയന്മാർക്കുള്ള ഉപദേശമാണ്. നമുക്കറിയാം കാരണം പത്രോസിയുടെ ആട്ടിൻകൂട്ടം എന്ന് തന്നെ പറയാൻ കാര്യം ദേശകർത്താവ് തിബിരിയാസ് കടൽക്കരെ വിളിച്ച് കണ്ട സമയത്ത് പറയുന്നുണ്ട്, എന്റെ ആടുകളെ മേയ്പ്പിൻ, ആടുകളെ മേയ്പ്പിൻ, ആടുകളെ മേയ്പ്പിൻ. കാരണം അവിടെ പത്രോസിന്റെ കയ്യിലേക്ക് ദൈവം കൊടുത്ത ആടുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആട്ടിൻകൂട്ടം എന്ന് തന്നെ പത്രോസ് അവനെ സംബോധന ചെയ്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നത് നമ്മൾ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുമ്പോ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്, നിർബന്ധത്താൽ അല്ല. പലപ്പോഴും നമ്മളൊക്കെ നിർബന്ധത്താൽ ചെയ്യുന്ന കാര്യം. ഞാൻ തന്നെ ഇപ്പൊ നമ്മൾ ഇതൊരു കൂട്ടം ഇപ്പൊ നമ്മളിപ്പോ ലീഡ് നിൽക്കുന്ന സമയത്ത് ഇതൊരു കൂട്ടം, നമ്മുടെ ഒരു കൂട്ടം പലപ്പോഴും കർത്താവ് നിർത്തട്ടെ,
കർത്താവ് നിർത്തട്ടെ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോ അടികളും ഹാലയിൽ ഇങ്ങനെ വരുമ്പോഴത്തേനൊക്കെ അല്ലെ നമ്മൾ ചോദിക്കും കർത്താവ് നിർത്തട്ടെ. അപ്പൊ കർത്താവിനോ, കാരണം വെച്ചാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അല്ലെ ഇത് തുടങ്ങിയത് ദൈവമാണെങ്കിൽ ദൈവം പറയാതെ നിർത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹാലെ അപ്പൊ ദൈവമാണ് തുടങ്ങിച്ചെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നിർത്തിയിട്ട് പോകാൻ പാടില്ല. ഹാലയിൽ അതുകൊണ്ട് ഒരാളെ ഉള്ളൂ എങ്കിലും ഞാൻ പറയാണ്ടതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇതിപ്പോ വരെ വെച്ചാൽ ദൈവം പറയുന്നത് വരെ എന്ന് പറയാണ്ട്. ഹാലയില് അപ്പൊ അതുകൊണ്ട് അല്ലെ അപ്പൊ ഇത് അമ്മ നിർബന്ധത്താൽ അല്ല നമ്മളെ ഹാലയില് ആമ പറഞ്ഞത്, ഞാൻ ദൈവത്തെ അറിമ ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവ്വമായിട്ട്. അപ്പൊ ദൈവത്തിന് ഹിതമാകുന്ന വണ്ണം മനഃപൂർവ്വമായിട്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് മനഃപൂർവ്വമായിട്ട് അത് ചെയ്യണമെന്ന് പറയാം അല്ലെ. ചില ആൾക്കാർ ഇത് എന്താ ചുമ്മാ വന്നൊന്നുമില്ല, ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ചില നമ്മളോട് എന്തെങ്കിലും ഇത് മനഃപൂർവ്വമായിട്ട് തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ചെയ്തെന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ദൈവം പറയുന്നത് അല്ലെ ദൈവത്തിന് ഹിതമാം വണ്ണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് മനസ്സിലാക്കിയിട്ട് ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യണം. ചില ആൾക്കാർ പറഞ്ഞത്, സിസ്റ്റർ എനിക്ക് എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥന നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറയും ഇത് മനഃപൂർവ്വമായിട്ട്, കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ബോധം മനുഷ്യ ഇടയ്ക്ക് ബോധം തരിക അന്യഭാഷയെ പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ 4 വാക്കങ്ങ് പ്രാർത്ഥിക്കണം. അന്നേരം നിങ്ങൾക്ക് വായല്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതങ്ങ് വിട്ടുപോകും, നിങ്ങൾ മറന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ ബുദ്ധിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യുക. അപ്പൊ മനഃപൂർവ്വം നമ്മൾ ചെയ്ത് പിന്നെ ശീലമാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുഴുകുമ്പോൾ ഇത് മറന്നു. മറന്നു എന്താ വെച്ചാൽ വീണ്ടും ഇത് നിങ്ങൾ ഓർമ്മ വരുമ്പോൾ വീണ്ടും അത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ നമ്മൾ അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യണം. ചിലത് നമുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യും. കാരണം വെച്ചാൽ അതങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് കാരണം ആട്ടിൻകൂട്ടത്തിന്റെ മേഘം ദൈവഹിതമാം വണ്ണം മനഃപൂർവ്വം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അത് മനസ്സിലാക്കി അത് മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ഹിതം ഇതാണ്. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പൊ ആട്ടിൻകൂട്ടത്തെ തന്നു കഴിഞ്ഞാൽ ഹാലയില്ല അവർക്ക് വേണ്ടി ഉണർന്ന് എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേക്കണം. ഇന്ന് 2:30 തട്ടി എഴുന്നേപ്പിച്ച് കണക്ക് ഇതുപോലെ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കണം. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും അവർക്ക് വേണ്ടി ഇപ്പൊ ആലോചന അറിയിക്കാൻ പറഞ്ഞ് അറിയിക്കണം. അല്ല ഇങ്ങനെ അവരെ ഉപദേശിക്കാൻ പറഞ്ഞ് ഉപദേശിക്കണം. വഴക്ക് പറഞ്ഞെടുത്ത് വഴക്ക് പറയണം. ഇതെല്ലാം നമ്മളോട് പറഞ്ഞ മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളത്. ചിലർക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ പറയാനൊക്കെ. നമ്മളെ അയ്യോ എങ്ങനെയാ നമ്മളെക്കാട്ടി ഭയങ്കര പ്രായമുള്ളത്, നമ്മളെക്കാട്ടി മുന്നേ വിശ്വാസത്തിൽ വന്നത്, നമ്മളെക്കാട്ടി ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരുടെ മുഖത്ത് നോക്കിയൊക്കെ എങ്ങനെ ഇത് പറയുമെന്ന് ചോദിച്ചാൽ ദൈവം പറയാൻ പറഞ്ഞേക്കണം. കാരണം അതൊക്കെ അവിടെ എന്നിട്ട് ദുരാഗ്രഹത്തോടെ അല്ല. ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് അടുത്തടന്ന് ദുരാഗ്രഹത്തോടെ അല്ല. അപ്പം പലപ്പോഴും ഇന്നത്തെ ശുശ്രൂഷകൾ പലതും മുൻപോട്ട് പോകുന്നത് ദുരാഗ്രഹത്തോടെയാണ്. അത് ചെയ്യരുതെന്ന് പത്രോസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു. ഹാലേലിയ. എന്നിട്ട് പറയുന്ന ഉന്മേഷത്തോടുകൂടെ ചത്തേ ചതഞ്ഞെന്നും പറഞ്ഞല്ല, ഇതൊരു ബാധ്യതയായി പോയല്ലോ എന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇതെന്തായാലും എന്റെ തലയിലോട്ട് വന്ന് വീണു പോയല്ലോ, ഇനിയിപ്പോ എങ്ങനെയും ഇതങ്ങോട്ട് കൊണ്ടുപോയേക്കാം എന്ന വിചാരത്തോടെ അല്ല, ഉന്മേഷത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഉന്മേഷത്തോടെ സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടുകൂടി അവിടെ ചെയ്യണം. അത് ഉന്മേഷത്തെ ഇടവകൾ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. എങ്ങനെ ഇടവകകളുടെ മേൽ നമുക്ക് തന്ന കൂട്ടങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതായിട്ടല്ല. എന്ന് വെച്ചാൽ കർത്തൃത്വം ഒരുവന്റെ കയ്യിൽ മാത്രമായിരിക്കുന്നത്, അത് കർത്താവിന്റെ കയ്യിലാണ്. ഇന്ന് പലരും പല ഇടയന്മാര് എന്താന്ന് വെച്ചാൽ അവരങ്ങ് കർത്താവാകുന്ന കണക്കാ ചെയ്യുന്നത്. അവർക്ക് തോന്നുന്ന എല്ലാം അടിച്ചേൽപ്പിക്കുക, അവർക്ക് തോന്നുന്ന എല്ലാം പറയാം. പക്ഷെ അല്ല, അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ്. കർത്തൃത്വം നടക്കുന്ന ഇടയന്മാർ അവരെപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഇടവകമേളുടെ മേലല്ല കർത്തൃത്വം നടത്തേണ്ടുന്നത്. എന്നിട്ട് പറയുന്ന ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട്. അപ്പൊ ഉപദേശിക്കുന്നതും പ്രസംഗിക്കുന്നതുമല്ല, അവരുടെ മേൽ ഓരോ നടിച്ചേൽപ്പിക്കുന്നവരായിട്ടല്ല, അവർക്ക് മാതൃകയായിരിക്കണം. ആരെ മാതൃകയായിട്ട് ആരെപ്പോലെ ആയിരിക്കണം മാതൃകയാകേണ്ടുന്നത്? മാതൃകയായിട്ട് അധ്യക്ഷ ആരെയാണ് മാതൃകയാക്കേണ്ടത്? നല്ല വലിയ ശ്രേഷ്ഠ ഇടയനായ നമ്മുടെ നല്ല ഇടയനായ യേശുവിനെ മാതൃകയാക്കിക്കോണം ഇടയന്മാര്. അല്ലാതെ അവർക്ക് തോന്നുന്ന കണക്ക് കുറെ ഭാരമെടുത്ത് യേശു കർത്താവ് പരീക്ഷന്മാരെ സദൂക്കരിയും നോക്കി പറയുന്ന വലിയ ചുമടെടുത്ത് തലയെ വെച്ചു കൊടുത്തുകൊണ്ട് അത് ചുമക്കാൻ പഠിപ്പിക്കുക, ഒരു വിരൽ കൊണ്ട് പോലും താങ്ങുന്നവരല്ലാതെ ഉപദേശം മാത്രം ഉപദേശിച്ചുകൊണ്ട് മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപദേശവും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല
ഹാലേലിയ. ആമീൻ. അവര് എന്താ പറയാ, മാതൃകയായിരിക്കണം, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണം. അവരെ കണ്ടു വേണം. ഇടയരെ കണ്ടും ആൾക്കാർ ഉപദേശിക്കുന്നവർക്ക് അവർക്ക് ഉപദേശം ഉണ്ടായിരിക്കണം. അവരെ നോക്കി പഠിക്കാൻ പറയുന്നത്. ഹാലേലിയ. എന്നിട്ട് മാതൃക ആയിരുന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യും. അങ്ങനെ യേശുവിനെ പോലെ ആകാൻ പറ്റുന്നില്ല, അവർക്ക് മാതൃയാകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അധ്യക്ഷത ചെയ്യാനായിട്ട് യോഗ്യരല്ല. ഞാനിപ്പോ എല്ലാവരോടും പറയാ, എല്ലാരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ഒറ്റ ദിവസം പോലും എഴുന്നേക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ലെങ്കിലോ. ഹാലേലിയ. നമുക്ക് അങ്ങനെ ഉപദേശിക്കാനായിട്ട് ഹാലേലിയ വകുപ്പില്ല. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റാത്തതൊക്കെ മറ്റുള്ളവരെ ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇതൊക്കെ ഇതുപോലൊക്കെ ചെയ്താൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പൊ വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ ഈ വാക്യം ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന വാക്യം. ഇളയടെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറയുമ്പം മൂപ്പന്മാർ എന്ത് പറഞ്ഞാലും കീഴടങ്ങണമെന്നല്ല. ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂപ്പന്മാർ എങ്ങനെയായിരിക്കണം, അധ്യക്ഷന്മാർ എങ്ങനെയായിരിക്കണമെന്ന്. ഇത് പറഞ്ഞിട്ട പത്രോസ് പറയും, ഇങ്ങനെയുള്ള മൂപ്പന്മാർക്ക്, ഇങ്ങനെയുള്ള അധ്യക്ഷന്മാർക്ക് നിങ്ങൾ കീഴടങ്ങണം. എങ്ങനെയാ? മാതൃക ധരിച്ചുകൊണ്ട്. ഹാലേലിയ. മറ്റുള്ളവരെ ഹാലേലിയ ദുരാഗ്രഹത്തോടെ അല്ലാതെ ദൈവം കൊടുത്തൊരു ആടുകളെ ഹാലേലിയ ആട്ടിൻകൂട്ടത്തെ നടത്തും, അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അവരെ മാതൃക അനുസരിച്ച് നടത്തുന്നവരായിരിക്കുന്ന മൂപ്പന്മാർക്ക് ഹാലേലൂയ. ദൈവം ആദ്യം പറഞ്ഞ നിങ്ങളുടെ വിചാരണ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മേച്ചു നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവ്വമായിട്ടല്ല, മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെ ഇടവന്മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടില്ല, ആട്ടിൻകുട്ട മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷൻ. അങ്ങനെയുള്ള അധ്യക്ഷന്മാരെ, അങ്ങനെയുള്ള മൂപ്പന്മാർക്ക് നിങ്ങൾ കീഴടങ്ങണം. മനസ്സിലായ? എവിടെ പറയുമ്പോൾ ഇതൊക്കെ എപ്പോഴും അമ്മ എന്താ പറയും, മൂപ്പന്മാർക്ക് നിങ്ങൾ ഇളയവർക്കും മൂപ്പന്മാർക്കും കീഴടങ്ങിയിരിക്കുന്ന പറയുമ്പോൾ പലരും എന്ത് ദുരുപദേശം പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കണമെന്നല്ല ഇവിടെ അർത്ഥം പറഞ്ഞേക്കുന്നത്. അത് മാത്രം എടുത്തിട്ട് പലരും പറയുന്നുണ്ട്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കീഴടങ്ങണമെന്ന് പറയും, കീഴടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ എതിർത്ത് പറയാം, അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് പറയും. അല്ല, ആർക്ക് കീഴടങ്ങണമെന്ന് ഒരു ഇടയൻ എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടാ പറഞ്ഞേ. അല്ലെങ്കിൽ മൂപ്പൻ എങ്ങനെയായിരിക്കും കൃത്യമായി, അല്ലെങ്കിൽ അധ്യക്ഷൻ എങ്ങനെയായിരിക്കും കൃത്യമായി പറഞ്ഞിട്ടാ പറഞ്ഞേ അവർക്ക് കീഴടങ്ങണമെന്ന്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ നമുക്ക് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കൊക്കെ ഉപദേശിക്കുന്ന നേരത്ത് ഭാര്യമാരെ കുറിച്ച് കൃത്യമായി പറയുന്നത് എങ്ങനെയായി, ഭർത്താക്കന്മാരെ കുറിച്ച് കൃത്യമായി എങ്ങനെയായിരിക്കണം പറയും, മക്കൾ എങ്ങനെയായിരിക്കണം പറയും, ഇതെല്ലാം പറഞ്ഞ് താഴോട്ട് വന്നിട്ടാ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഹല്ലേലൂയ അവിടെ മേൽക്കുമേൽ ശക്തി പ്രാപിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ആ മാതൃക പിന്തുടരുന്നവർ ഓരോ ദിവസം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു വരണം. അല്ലാതെ ഹാലേലിയ കാണുന്നിടത്തെല്ലാം വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി ഹാലേലിയ കല്ല് കുടിച്ച് ഹാലേലിക്ക് നടക്കുന്നവർക്കല്ല ഹാലേലിയ മേൽക്കുമേൽ ശക്തി. അവിടെ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം കൃത്യമായ മാതൃക പറഞ്ഞിട്ടാണ് പറയുക. അതുപോലെ ഇവിടെ ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു ഇടയൻ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൃത്യമായി പറഞ്ഞേക്ക്. അങ്ങനെയുള്ളവർക്ക് ഹാലേലൂയ ഇവിടെ മൂപ്പന്മാർ അവണ്ണ നില വരെ മൂപ്പന്മാർക്ക് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളും. അപ്പൊ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചോളൂ. ഇത് താഴ്മ ധരിക്കണമെന്നുള്ളത് ഇളയവർക്കും വിശ്വാസികൾക്കും മാത്രമല്ല, മൂപ്പന്മാർക്കും അധ്യക്ഷന്മാർക്കും ഇടയന്മാർക്കും കൂടിയാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും തമ്മിൽ തമ്മിൽ താഴ്മ ധരിച്ച് താഴ്മ ധരിച്ചുകൊള്ളും. എന്നിട്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മളെപ്പോഴും ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. നമ്മുടെ ഉള്ളിൽ നിഗളം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആ നിഗളം വെച്ചുകൊണ്ട് ദൈവസന്നിധി എന്തെങ്കിലുമൊക്കെ ആയിത്തീരാന്ന് ആരും വിചാരിക്കേണ്ട. ഇപ്പൊ നിഗളം ആരുടെയാന്ന് വെച്ചാൽ നിഗളം പിശാചിന്റെ സ്വഭാവമാണ്. ഹാലേലിയ അവന് നെഗളം മനുഷ്യന് വന്നാൽ നമ്മൾ വിചാരിച്ചോണം അവനെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ അല്ല നിഗളം. അതുകൊണ്ടാണ് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നതിന്റെ കാരണം അല്ലേ? തമ്മിൽ തമ്മിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഈഗോ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവരെ പറയും നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് അവര് നെഗളമുള്ളത് കൊണ്ടാണ്. ആണോ? ഈഗോ വരുന്ന ആർക്കാ? ഒരു തെറ്റ് പറ്റിയ സോറി എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താ? നമ്മൾ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള ആരാന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ളത്. ഹല്ലേലൂയ. കാരണം താഴ്മ ധരിക്കണം,
നിഗളം നമുക്ക് വേണ്ട, പക്ഷെ ഇന്ന് നിഗളത്തോടു കൂടി ഹാലേലൂയ എന്തൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടുന്നത്, അതുകൊണ്ട് പറയുന്നില്ല ഹാലേലൂയ. അവൻ നിഗളിയുള്ളത് എഴുതി നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുക. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴും താണിരിപ്പിൻ. ഹാലേലൂയ. നമ്മൾ എപ്പോഴും പറയല്ലേ, തക്ക സമയത്ത് നമ്മൾ ഉയർത്താൻ വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ആക്ച്വലി ഇത് ഹാലേലൂയ നമ്മുടെ ഉയർപ്പിനെ കുറിച്ച് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഹാലേലൂയ പുനരുദ്ധാരണത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഹാലേലൂയ വാക്യം അവിടെ ഉദ്ദേശിച്ചു. പക്ഷെ എന്നാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ അത് ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. ഈ തക്ക സമയം എന്ന് പറഞ്ഞാൽ എന്ത് സമയം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സമയം അത് കേട്ടോ, നമ്മുടെ സമയമല്ല. തക്ക സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോഡ്സ് ടൈമിനെയാണ് പറയുന്നത്. ഹാലേലൂയ. നമ്മളൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അത് ഉയർത്തത്തോ ഇല്ല. ഹാലേലൂയ. നമ്മളിവിടെ ഹാലേലൂയ നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഓരോ ദിവസം കഴിയും തോറും ക്ഷമയൊക്കെ പോയി. ദൈവം അപ്പൊ ചോദിക്കും, ദീർഘക്ഷമ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണെങ്കിൽ നമ്മൾ എല്ലാവരും ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന കാര്യം ദീർഘക്ഷമ. നമ്മൾ ഈ കർത്താവ് എത്ര നാൾ മുമ്പോട്ട് പോകും, ഇതെങ്ങനെ പോകും, എപ്പ തീരും? ഇതൊക്കെ 100 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഹാലേലൂയ. കാരണം ഇതൊക്കെ എന്നും നമ്മളെല്ലാരും ചോദിക്കുന്ന ചോദ്യമൊക്കെ. പക്ഷേ ദൈവം അവിടെ എഴുതിയിട്ടുണ്ട് തക്ക സമയത്ത്. ദാറ്റ്സ് ഗോഡ്സ് ടൈം ആണത്. ഹാലേലൂയ. നമ്മുടെ സമയമല്ല. ഓരോ കാര്യങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സമയമാണത്. ആ സമയത്ത് നമ്മൾ ഉയർത്തേണ്ടത് അവന്റെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പ്. എവിടെ താണിരിക്കാനാ പറയുന്നത്? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കണം. അവൻ ഉയർത്തണമെങ്കിൽ അവന്റെ കൈക്കീഴെ താണിരിക്കണം. നമ്മൾ കാണുന്നിടത്തേക്ക് ഓടി നടന്നിട്ട് ഹാലേലൂയ അവൻ കണ്ടിടത്തെല്ലാം ആശ്രയം വെച്ചിട്ട് ഹാലേലൂയ ദൈവത്തിന്റെ കൈക്കീഴിലായിരിക്കുന്നത് പറയരുത്. ദൈവത്തിന്റെ ബലമുള്ള കൈ, ആ കൈക്ക് മാത്രമേ ബലമുള്ള നിങ്ങൾ. ബാക്കി ഏത് കൈ നമ്മൾ പ്രോമിസ് ചെയ്താലും അവൻ കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്നേ. മാനുഷ്യമായി എത്ര പ്രോമിസ് നമുക്ക് വന്നാലും ഹാലേലൂയ ആ പ്രോമിസുകളൊക്കെ ഹാലേലൂയ കുറച്ച് കഴിയുമ്പം ഹാലേലൂയ മാറിപ്പോകും. പക്ഷേല് ഒരിക്കലും വാഗ്ദത്തം ചെയ്താൽ മാറാത്തവൻ വാക്ക് പറഞ്ഞാൽ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തിന്റെ ആ ബലമുള്ള കൈക്കുകൾ ആശ്രയിക്കണം. എന്നാലും ഹാലേലൂയ സങ്കീർത്തനം നമ്മുടെ ജോളിയാന്റെ രാവിലെ പ്രബോധിച്ചു പറഞ്ഞു. ഹാലേലൂയ അതിനകത്ത് എഴുതിയേക്കുന്ന, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോട് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഹാലേലൂയ. ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ആരൊക്കെ നമ്മളെ ഹാലേലൂയ ആമ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മാറ്റും, പിശാച് എത്രയൊക്കെ വെല്ലുവിളിക്കുമ്പോഴും പറയണമെന്ന് നോക്കിയിട്ട് ഹാലേലൂയ ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോട് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. കാരണം ഞാൻ മരിക്കണമെന്ന് ആര് വിചാരിക്കണം, ഞാൻ മരിക്കണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിട്ടവൻ ഹാലേലൂയ ഈ ഭൂമിയിൽ ആക്കി വെച്ച് എന്റെ ദൈവം വിചാരിച്ചാൽ മാത്രമേ ഹാലേലൂയ എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും മരണം, ആത്മീയമാകട്ടെ, അത് ശാരീരികമാകട്ടെ, ഭൗതികമാകട്ടെ, ഏത് മേഖല ഒരു മരണം സംഭവിക്കണമെങ്കിലും ദൈവം വിചാരിച്ചാൽ മാത്രമാണ്. അല്ല പിശാച് കൊണ്ടുവന്നല്ലൊന്നും നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ അതൊന്നും സംഭവിക്കത്തില്ല. ഹാലേലൂയ നമ്മൾ പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഹാലേലൂയ പിശാച് വന്ന് എടുത്തോണ്ട് പോയി, പിശാച് കൊണ്ടുപോകുന്നു. അല്ല, യോബിന്റെ വചനം നമ്മൾ ദൈവം തന്നു, ദൈവം എടുത്ത്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞു. കാരണം ദൈവം തന്നു, ദൈവം എടുത്തെന്ന് എങ്ങനെയാ യോബ് നിനക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ യോബിന് അറിയാൻ ഇത് കൊടുത്ത ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു തലമുടി പോലും ഒരു പിശാചിന് എടുത്തോണ്ടാൻ പറ്റത്തില്ല. ഹാലേലൂയ. ഇത് നമ്മുടെ ഉള്ളിൽ പലരും പറയും തിന്മയെല്ലാം പിശാച് വന്നിട്ട് എടുത്തോണ്ട്. പിശാചിന് അങ്ങ് ചുമ്മാ കയറി മേനുണ്ടെങ്കിൽ പിന്നെ നീ ദൈവത്തിന് മാനാൻ മേളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ദൈവം പറഞ്ഞേക്കുന്ന വെച്ചാ അബ്രഹാമിന് പറഞ്ഞ, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹാലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ സന്തതിയെ നമ്മളെങ്കിൽ ഈ വാഗ്ദത്തം നമ്മുടെ മേലും കിടക്കുക. പരിചയമായിരിക്കുമ്പോൾ 4 ചുറ്റും നമുക്ക് വേണ്ടി പരിചയമായിട്ട് നിൽക്കുമ്പോൾ ഹാലേലൂയ തീമതിലിട്ട് നമ്മളെ സൂക്ഷിക്കുമ്പോൾ ഏതെങ്കിലും പിശാചിന് അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്താ? ഹാലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു കൊച്ചുണ്ട്. അതിനോട് വെച്ച് ആന്റി ഈവിൽ സ്പിരിറ്റ് നമ്മുടെ ബ്ലാക്ക് മാജിക് ഒക്കെ, ആഭിചാരം, മന്ത്രവാദത്തിനൊക്കെ ദൈവത്തെക്കാട്ടി പവർ ഉണ്ടോ? ഞാൻ ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനെയാ നമ്മുടെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്നത്? ഹാലേലൂയ. പലരും ചോദ്യം ചെയ്ത് ഹാലേലൂയ. കാരണം ഞാൻ പറയും നമ്മുടെ ജീവിതത്തെ അത് എഫക്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു. നമ്മൾ പലപ്പോഴും നമ്മൾ വീക്ക് ആയിരിക്കുന്ന, സ്ട്രോങ് ആയിരിക്കുന്ന സമയങ്ങളുണ്ട്. ഹാലേലൂയ. അപ്പൊ കർത്താവില് വിശ്വാസത്തിൽ നമ്മൾ സ്ട്രോങ് ആകുന്ന സമയമുണ്ട്, വീക്കാണ്. ആത്മീയതയിൽ നമുക്ക് സ്ട്രോങ് ആകുന്ന സമയം, വീക്കാകുന്ന സമയം. അപ്പൊ നമ്മളെ പിശാച് ഏതെങ്കിലും ആരെങ്കിലും മന്ത്രവാദ ആഭിചാരം എന്തെങ്കിലുമൊക്കെ നമുക്കെതിരെ ചെയ്താൽ ഇത് നമ്മൾ പറഞ്ഞ കൊട്ടേഷൻ കൊടുത്ത് കാശ് കൊടുത്ത് കൊണ്ടുവരുന്ന പിശാചിനെ വിട്ടുകൊണ്ട് അയക്കുന്ന ഇടപാടാണല്ലോ. പക്ഷെ അവൻ വന്നിട്ടൊന്നും നോക്കിയിട്ട് അങ്ങ് തിരിച്ചു പോകത്തൊന്നുമില്ല. അവനിങ്ങനെ സമയം നോക്കി കാശ് മേടിച്ചല്ലേ
ചെയ്തു കൊടുക്കണ്ടേ? അതുകൊണ്ട് സമയവും കാലമൊക്കെ നോക്കി നമ്മുടെ ചുറ്റും ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴൊരു ഗ്യാപ്പ് കിട്ടും അപ്പൊ കയറി അടിക്കാവുന്ന വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീക്കാകുന്ന, നമ്മൾ ദൈവകൃപയിൽ ഹാലേലുയ ആമേൻ, നമ്മൾ ദൈവ പ്രാർത്ഥനയിലും ഹാലേലുയ ഓരോന്നിലും വീക്കായി നമ്മൾ ഹാലേലുയ വീക്കാൻ സമയം നോക്കി അത് നമ്മൾ എഫക്ട് ചെയ്യും ഹാലേലുയ. അതുകൊണ്ട് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ്, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഹാലേലുയ ഇതിങ്ങനെ ആമേൻ. ആ സമയത്ത് ഇത് നമ്മളെ എഫക്ട് ചെയ്യാണ്ട്, അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ മേൽ അതിന് ബലമില്ല, ശക്തിയില്ല, നമ്മളെക്കാട്ടി ഒരിക്കലും പവർഫുള്ളും അല്ല. കേൾക്കുന്നുണ്ടോ? ഇന്റർനെറ്റ് ഇവിടെ അൺസ്റ്റേബിൾ കാണിക്കുന്നത്. അപ്പൊ ഹാലേ, അപ്പൊ നമ്മളെക്കാട്ട് ഒരു പവർ ഇല്ല ഹാലേ. നമ്മൾ ഹാലേ കർത്താവിന്റെ ആത്മാവിലും ദൈവത്തിന്റെ വചനത്തിലുമാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മുടെ നേരെ വരാനായിട്ട് നമ്മുടെ നേരെ ഉപയോഗിക്കാൻ ശത്രുവിൽ ഒരായുധം ഉണ്ടാകത്തില്ല. ഹാലേ ലൂയ. അമ്മ ഇവിടെ പറയുന്നത്, അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തി അവന്റെ ബലമുള്ള കൈക്കരുത്. അവൻ നിങ്ങൾക്കായി കരുതി നിങ്ങളുടെ സകല ചിന്തകൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹാലേലിയ. അപ്പൊ നമ്മുടെ എബ്രായ ലേഖനത്തിൽ പറയുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ വേണം. അപ്പൊ നമ്മളുടെ ഭാരമാണ് പലപ്പോഴും നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത്. ഇവിടെ അതുകൊണ്ട് പറയാം, നിങ്ങളുടെ സകല ചിന്താകുലവും. നമ്മളെ ഹാലയിൽ എപ്പോഴും ദൈവസന്നിധി മാറ്റിക്കൊണ്ടു ഡൈവേർട്ട് ചെയ്യുന്ന എന്തോ നമ്മുടെ ചിന്തകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് നിങ്ങളുടെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ചിന്തകളെ ദൈവസന്നിധി നമ്മൾ അടക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, എപ്പോഴും എന്നെ പ്രാർത്ഥിക്കാനും വിളിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം അവരാണെങ്കിൽ എപ്പോഴും വെച്ചാൽ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴേ അതിന്റെ വേസ്റ്റ് അങ്ങ് ചിന്തിക്കും, അതിന്റെ എക്സ്ട്രീം അങ്ങ് ചിന്തിക്കാം. ചെറിയ ഒരാൾ കൊടുക്കാനുള്ള കടക്കാരൻ ഒന്ന് ഫോൺ ചെയ്താൽ വിചാരിക്കും അപ്പൊ തന്നെ അയ്യോ ഒന്ന് പ്രാർത്ഥിക്കണം, ഇനിയിപ്പോ അവര് വീട്ടിൽ വരുമോ, ബഹളം ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ ഇവിടെ ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും കയറി ചെയ്യും, എന്നിട്ട് പിന്നെ പോലീസ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്ന് വെച്ചാൽ വരുന്ന കാശ് കൊടുക്കാനുള്ളവൻ കടക്കാരൻ ഒരു ഫോൺ കോൾ ചെയ്താൽ പിന്നെ വീട്ടിൽ വന്ന് അടിയുണ്ടാക്കി പുള്ളിയെ കൊല്ലുന്നത് വരെ ചിന്തിപ്പിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരെ ചിന്തിക്കും. മനസ്സിലായ? ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സിറ്റുവേഷന്റെ വേസ്റ്റ്. നമുക്കൊരു പനി വന്ന് ഒരു തലവേദന വന്ന് പണ്ട് ഹാലയില് ഞാൻ ജോലി ഗർവാരയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വായിൽ കംപ്ലീറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലഡ് നിറഞ്ഞു വരുമായിരുന്നു. ഇങ്ങനെ വായ നമ്മൾ ഇരിക്കുമ്പോൾ വായക്കകത്ത് ഫുള്ള് ബ്ലഡ് വരും. ബ്ലഡ് വരുമ്പോഴത്തെ നമ്മൾ പോയിട്ട് തുപ്പി വായ കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വരും. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇപ്പൊ തന്നെ ചിന്തിച്ചു, ഇത് സാധാരണ ഞാൻ കേട്ടിട്ടുള്ള സിംറ്റം വെച്ചിട്ട് ബ്രെയിൻ ട്യൂമർ ആയിരിക്കും. കാരണം ബ്രെയിൻ ട്യൂമർ ഉള്ളവർക്കാണ് വായിൽ ബ്ലഡ് നിറയുന്നത്. അപ്പൊ ഞാൻ അറിയില്ല ബ്രെയിൻ ട്യൂമർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അധികം നല്ലതും ജീവിക്കത്തില്ല. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അന്നേരം ജീവിക്കത്തില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ അവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞ് അവിടെ നമ്മുടെ നോർത്ത് പറ ഒരു വൈദ്യരുണ്ട്, നല്ലൊരു വൈദ്യര, പുള്ളി ഇപ്പൊ ഇല്ല, മരിച്ചുപോയി കാലയില്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ആ വൈദ്യരെടുത്ത് മുളൊന്ന് അവിടെ കൊണ്ട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ രാവിലെ വെളുപ്പിനെ പോണം പുള്ളിക്കാണ്, സ്കൂട്ടറൊക്കെ എടുത്ത് നേരെ അവിടെ ചെന്ന് വൈദ്യരെ. അപ്പൊ വൈദ്യരെ എടുത്ത് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു നമ്മുടെ ഈ എന്താ പറയാ മോണയിൽ ചെറിയ 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 വെയിൻസ് ഉണ്ട്, കുഞ്ഞു വെയിൻസ്, അത് ഇടയ്ക്ക് പൊട്ടുന്നതാണ് ഇത് വരുന്നത്. അപ്പോഴത്തേന് ഞാനിന്ന് ചിരിച്ചപ്പോ പറഞ്ഞു എന്താണ് ചിന്തിച്ചത്, ബ്രെയിൻ ട്യൂമർ ആണെന്നല്ലേ ചിന്തിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അന്നേരം കാരണം നമ്മുടെയൊക്കെ ഇമാജിനേഷനാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു രോഗത്തിന്റെ സിംറ്റം കാണാം നമ്മൾ അറിവ് വെച്ചിട്ട് നമ്മൾ ഇതിനല്ല ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തിട്ട്, അന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തെന്നല്ല, അന്ന് സ്വന്തമായിട്ട് കിട്ടിയത്. അപ്പൊ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഏറ്റവും അങ്ങ് എക്സ്ട്രീം കാണാൻ തുടങ്ങും. പിന്നെ നമ്മളങ്ങ് രോഗിയാണെന്ന് തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ രോഗമൊന്നും വേണ്ട, നമ്മളെ തളർത്താനിട്ട് അത് തന്നെ മതി. ഹാലയില് അദ്ദേഹം അന്ന് എനിക്ക് ഹാലയില് തൈരിനകത്തിട്ട് കലക്കൊരു വൃത്തിയായിട്ട് കഴിക്കാനൊന്നും പറ്റത്തില്ല, അതുപോലെ തന്നെ പൊടിയൊന്നും രണ്ട് സാധനമൊക്കെ തന്നു. പക്ഷെ എന്തായാലും അത് കഴിച്ചോടി അതങ്ങ് പോയി, അത് ആ വഴിക്ക് ഹാലേ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ ചിന്തകളാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും. അപ്പൊ ഈ ചിന്തകളാണ് നമ്മളെ പലതിലേക്കും കൊണ്ട്, നമ്മൾക്ക് ഇപ്പൊ ഒരു ആവശ്യമുണ്ട്, ഒരു കടഭാരമുണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ഹാലയില്, ഇതൊക്കെ നമ്മളെ പലപ്പോഴും ചിന്തിച്ച് അതിന്റെയൊക്കെ വേസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അത് നമ്മളെ തളർത്തും. എങ്ങനെയാ വെച്ചാൽ നമ്മളെ മാനസികമായിട്ട് തളർത്തി കഴിയും. മാനസികമായ തളർച്ച എവിടെ വരും, നമ്മുടെ ശരീരത്തിലും കൂടെ എഫക്ട് ചെയ്യും. ശരീരത്തിലും കൂടെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ഇത് ബാധിക്കും. ഹല്ലേലൂയ. കാരണം അതുകൊണ്ട് ഹാലേലിയ നമ്മുടെ ആത്മീയ ജീവിതത്തെ എല്ലായിടത്തും. ഇപ്പൊ ചിലവർ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ, പലരും പറയാറുണ്ട് കാരണം അതെനിക്കും ചില സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകൾ കൂടിയാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സം വരും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗം വന്നാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സം വരും. ഹല്ലേലൂയ. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഇവിടെ ഭൂമിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്,
ഭൂമിയുടെ ജഡത്തിൽ ആയിരിക്കുമ്പോൾ ഹാലേലൂയ നമ്മുടെ ഫ്ലഷ് ഹാലേലിയ ആമേ ഇത് നമ്മുടെ ഹാലേലിയ ആത്മാവിന് പലപ്പോഴും പ്രതികൂലമായി നിൽക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചിന്താകുലം എന്ന് ഇവിടെ പറയുന്നത് വെച്ചാൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ സകല ചിന്ത അവന്റെ മേൽ ഇട്ടുകൊള്ളും. അപ്പൊ അവൻ നിങ്ങൾക്കായി കരുതുകയാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് പലതും സംഭവിക്കുന്നത് വിചാരിക്കുക. അല്ല, ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരം സകലം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം കരുതുന്നുണ്ട്. നമ്മുടെ സകല ചിന്താകുലം, അപ്പൊ നമ്മുടെ ചിന്തകൾ, ആകുലതകൾ ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കണം. ഇത് പലപ്പോഴും നമ്മൾ മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് എന്താ പറയാ, എന്നിട്ട് പറയുന്നത് അതല്ല, നിങ്ങൾ ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഈ ചിന്തകൾ വരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം മറന്നുപോകും. ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ. ചിന്ത കയറിക്കഴിഞ്ഞാൽ ചിന്തയിൽ കുടുങ്ങിക്കിടക്കുമ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് അത് ബാധിക്കാൻ, അപ്പൊ നമുക്ക് ഉണർന്നിരിക്കാൻ പറ്റത്തില്ല, നിർമ്മതരായിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി സഞ്ചരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കയറുന്നു. ഹല്ലേലൂയ. അവൻ എൻട്രിയാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആകുലതകൾ അവന്റെ എൻട്രിയാണ്. ഹാലയില് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയിട്ട് നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് മാറ്റിവിടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾ. അപ്പൊ ആ വിഷയങ്ങളെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. കാരണം എവിടെയാണോ നമ്മൾ വീക്കാകുന്നതെന്ന് നോക്കി നമ്മുടെ ജീവിതത്തിൽ ചില ബലഹീനതകൾ വരുമ്പോൾ അതിനെ നോക്കി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവൻ. കേൾക്കുന്നുണ്ടോ? ഭയങ്കര മഴയാ. ഹല്ലേലൂയ. അതിനെ നോക്കി, ആ അവസരം നോക്കി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന നമ്മളോട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ചിന്താകുലം അവന് എന്നിട്ട് അവന്റെ മേൽ ഇട്ടുകൊള്ളു. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. എന്നിട്ട് ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന് കഷ്ടപ്പാട് പൂർത്തിയായി വരുന്നറിഞ്ഞ് വിശ്വാസസ്ഥിരതയുള്ള അവനോട് എതിർത്ത് നിൽപ്പിന്. അപ്പൊ ലോകത്തുള്ള നമ്മുടെ സഹോദര വർഗത്തിനെല്ലാം കഷ്ടപ്പാട് നമ്മൾ പൂർത്തിയായി വരുന്ന പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറയുന്നത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതം തിരമാല പോലെ പോകരുത്, അത് സ്ഥിരതയോടെ പോകണം. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം ഇന്ന് നല്ല വിശ്വാസമാണ്, നാളെ ആകുമ്പോ കാറ്റുപോയ ബലൂൺ പോലെയാ. അങ്ങനെ നമ്മൾ വിശ്വാസ സ്ഥിരതയുള്ളതായിരിക്കണം. വിശ്വാസത്തിൽ ഇത്തിരി കോട്ടം വന്നാൽ, വിശ്വാസം നിങ്ങൾ ഇച്ചിരി സംശയിച്ചു പോയി കഴിഞ്ഞാൽ ആ സമയം നോക്കി പ്രതിയോഗിയ പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യാൻ കാരണമാണ്. അതുകൊണ്ട് ഇവിടെ വിശ്വാസ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ എങ്ങനെ എതിർത്ത് നിൽക്കണ്ടെന്ന് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. ഹാലേലൂയ. എന്താ പറയാ, നമ്മൾ നമ്മുടെ ചിന്താകുലം എല്ലാം മാറ്റണം. ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിക്കണം. ഹാലേലൂയ. നമ്മൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോയി മനസ്സിലാക്കാം. ഇവിടെയെല്ലാം നമ്മൾ ഇരുന്നിട്ടേ പറയുന്നത് വിശ്വാസത്തിലുള്ള അവനോട് എതിർത്ത്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തിറ്റനേരെ വിളിച്ചിരിക്കുന്ന സർവകൃപാല ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പൊ നമ്മുടെ കഷ്ടത എത്ര കാലത്തേക്കാ? അല്പകാലത്തേക്ക്. അപ്പത്തേക്കും ദൈവമേ കർത്താവേ വന്നല്ലെങ്കിൽ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇപ്പൊ 50 വയസ്സ്, 52 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സ്, ഇതുവരെയും കഷ്ടത തന്നെയുള്ളൂ സിസ്റ്റർ. ഇനി എപ്പോഴാ ഈ അല്പകാലം തീരുന്ന വെച്ചാൽ പറയും, ഇതാണ് അല്പകാലം. ഭൂമിയിലെ നമ്മളെ ആയുസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നൊടിനേരം അല്ലെ അല്പകാലം. കാരണം വെച്ചാ 70 അല്ലെങ്കിൽ 80 അല്ലെ പോയി 100 വയസ്സ് വരെ പോയിരുന്നോട്ടെ. ഹല്ലേലൂയ. ഈ 100 വയസ്സും യുഗങ്ങളോളം ദൈവത്തോട് വാഴുവാനുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പം അല്പകാലമാണ്, നൊടിനേരമാണ്. ഈ ആയുഷ്കാലം മുഴുവൻ ഈ ഭൂമിയിൽ തന്നെ ആയുസ് മുഴുവൻ നിനക്ക് കഷ്ടതയാണെന്ന് നീ വിഷമിക്കണ്ട, അതിനും പറയാം അല്പകാലം എന്ന് പറയും. അപ്പൊ അല്പകാലത്തേക്കുള്ള എന്നിട്ട് നമ്മൾ അല്പകാലത്തെ കഷ്ടത നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി. അപ്പൊ ഇവിടെ ഈ അല്പകാലം നിങ്ങൾ കഷ്ടം സഹിച്ച നിത്യമായ ഒരു തേജസ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പൊ നിത്യ തേജസ്സിനായി നമ്മളെ വിളിച്ച ദൈവം, ആ ദൈവത്തെ പറയുന്നത് സർവകൃപാലുവായ ദൈവം.
സർവ കൃപയുടെയും അധിപനായ ദൈവം ഹല്ലേലൂയ നമ്മുടെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നമ്മളെ ഉറപ്പിച്ചു നിർത്തും. നമ്മൾ ഒരിടത്ത് പോലും വീണു പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ ഹല്ലേലൂയ നമ്മൾ അവിടെ അതിന് കീഴിൽ താണിരിക്കുന്നത്. നമുക്കറിയാം രൂത്ത് ഹല്ലേലൂയ എന്താ പറയാ ദൈവമായ നവോമിയുടെ ദൈവമായ യഹോവയെ ആശ്രയിച്ചുകൊണ്ട് രൂത്ത് ഹല്ലേലൂയ ബെത്ലഹേമിലേക്ക് വന്നത്. ആ വന്ന രൂത്തിനെ ദൈവം എങ്ങനെയാണ് ഹല്ലേലൂയ അവിടെ പ്രൊട്ടക്ട് ചെയ്തതെന്നും അത് ഉയർത്തിയെന്ന് നമുക്കറിയാം. അപ്പൊ ദൈവത്തിൽ ആശ്രയം വെച്ച് ആര് ഇറങ്ങിയാലും ഹല്ലേലൂയ നിന്റെ ദൈവമായ യഹോവ എന്റെ ദൈവം എന്ന് പറഞ്ഞ രൂത്ത് ആ വാക്ക് അവളുടെ വായിൽ നിന്ന് വന്നപ്പോ തന്നെ ആ ദൈവം 10 തലമുറ വരെ ദൈവസന്നിധി കയറരുതെന്ന് പറഞ്ഞ ദൈവത്തിന് കീഴായിരുന്നവരെ പോലും ദൈവത്തോട് ചേർത്ത് നിർത്തി ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ പറയാം. അവിടെ ബോവസിന്റെ ഭാര്യയൊക്കെ നമുക്ക് യേശു കർത്താവിന്റെ പരമ്പരയിലേക്ക് തന്നെ കൊണ്ടുവരാൻ കാരണമായത് കൺഫെഷൻ. എന്താ പറയാ നിന്റെ ദൈവമായ ദൈവം യഹോവ എന്റെ ദൈവം. ഹല്ലേലൂയ നമ്മൾ അതുപോലെ നമ്മുടെ കർത്താവിനെ വിശ്വസിച്ച് പിൻപറ്റുന്നവര് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നത്. എനിക്ക് മറ്റാരിലും ആശ്രയം വേണ്ട, മനുഷ്യരിലും ഞാൻ ആശ്രയം വെക്കത്തില്ല, എനിക്ക് എന്റെ ദൈവമാണ് ആശ്രയം എന്ന് പറഞ്ഞ് ആര് ദൈവത്തിനെ പിൻപറ്റുന്നു ആ ദൈവത്തെ ഏത് ദൈവം നമ്മുടെ ദൈവത്തെ കുറിച്ച് സർവ്വകൃപാലുവായ ദൈവമാണ്. അവൻ സർവ്വ ഏരിയയിലും നമ്മളോട് കൃപ കാണിക്കും. പാപവഴിയെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മളോട് സഹതാപൻ കാണിക്കാൻ കഴിയാത്തവൻ അല്ല നമ്മുടെ കർത്താവ്. അപ്പൊ അതുകൊണ്ട് ഏത് ഏരിയയാണെങ്കിലും എവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടതെങ്കിലും അവിടെ നമുക്ക് വേണ്ടി കൃപ തരുവാനായിട്ട് സർവ്വകൃപാലുവായ ദൈവമാണ്. ആ ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പൊ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ച് ഓരോ ദിവസം മുൻപോട്ട് കൊണ്ടുപോകാൻ ബലം നമുക്ക് നൽകുന്ന ബലം എന്നേക്കും ഉള്ളവനായ ദൈവം നമുക്ക് ബലം തരുന്നത്. ബലമില്ലാത്തവർക്കും ബലം തരുമെന്നാ പറഞ്ഞേക്കുന്നത്. ശക്തി ഇല്ലാത്തവർക്കും ശക്തി തരും. നമുക്ക് എന്താ വേണ്ടുന്നത് അത് ദൈവം തരും. ഉറപ്പിച്ച് ശക്തീകരിച്ച് നമ്മൾ ഓരോ ദിവസം മുൻപോട്ട് നടത്തും. ഹല്ലേലൂയ അവിടെയെല്ലാം നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ കീഴിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് നമ്മൾ ഇവിടെ ആദ്യം പോലും വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നടക്കേണ്ടുന്നത് ഒരു മനുഷ്യൻ നടത്തുന്ന വഴിയിലല്ല, നമ്മൾ അനുസരിക്കേണ്ട ഒരു മനുഷ്യനെ അല്ല. ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ ബലമുള്ള കൈക്കിൽ ആശ്രയിച്ച് നമ്മളൊരു പാസ്റ്ററിലല്ല ആശ്രയിക്കേണ്ട, നമ്മളൊരു പ്രവാചകനിലല്ല ആശ്രയിക്കേണ്ട, നമ്മളുടെ സമ്പന്നന്മാരിലല്ല ആശ്രയിക്കേണ്ട, രാജാക്കന്മാരിലല്ല, നമ്മൾക്ക് ജോലി ചെയ്യുന്നെങ്കിൽ ജോലി തരുന്ന ഓണറിലല്ല ആശ്രയിക്കേണ്ടത്. നമ്മുടെ ആശ്രയം എപ്പോഴും നമ്മുടെ ദൈവമായ യഹോവയിൽ തന്നെയായിരിക്കണം. ആ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിലാണ് നമ്മൾ താണിരിക്കുന്നെങ്കിൽ അവരൊരിക്കലും വീണു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിച്ചു ഉറപ്പിച്ച് നടത്തുന്നത് എന്ന് ബലം എന്നേക്കും അവരുള്ളതാണ്. അപ്പൊ നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് ബലം നമ്മുടെ ബലത്താലല്ല നമ്മൾ നടക്കേണ്ടത്, നമ്മുടെ ശക്തിയാലല്ല നമ്മൾ നടക്കേണ്ടത്. നമുക്ക് ബലം തരുന്നവന്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ശക്തിയിൽ ആശ്രയിച്ച് മുൻപോട്ട് നടക്കേണ്ട ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനത്താൽ നിങ്ങളെ ഓരോ ദിവസവും ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, കൃപയിൽ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.